Hi friends, today we will discussing about the topic amendment of the constitution. എങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെയാണ് പ്രൊസീജിയർ ഉള്ളത്, ടൈപ്സ് ഓഫ് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ നോട്ട് ഫ്ലെക്സിബിൾ നോട്ട് റിജിഡ്, സെയിം ആസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഫ്ലെക്സിബിളും അല്ല റിജിഡും അല്ല. നമ്മുടെ ഒരു കമ്പാരിസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടനെയും USA-യെയും ഒരു കമ്പാരിസൺ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് രീതി ഒരു കമ്പാരിസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടൻ്റെ വളരെ ഈസിയാണ്, USA-യുടെ ഡിഫിക്കൽട്ടാണ്. USA-യുടെ കോമ്പണൻസൊക്കെ ഡിഫറെൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ട്, അത്തരത്തിലുള്ള സർട്ടൻ പ്രൊസീജിയറിന് USA-യിലുണ്ട്. അതുകൊണ്ട് തന്നെ USA-യുടെ അമെൻമെൻറ്റ് രീതി എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇന്ത്യയുടേത് ഒരു ഈസിയും അല്ല ഡിഫിക്കൽട്ടും അല്ല. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന് പറയുന്നതിൽ നോട്ട് ഫ്ലെക്സിബിൾ നോട്ട് റിജിഡ്. Article 368 of the Constitution, which deal with the amendment of the Constitution in Part 20. പാർട്ട് 20 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 20-ലാണ് പാർലമെൻറ്റിൻ്റെ പവറിനെ കുറിച്ചിട്ടും പിന്നെ ഈ എങ്ങനെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യുന്നത് ഉള്ള പ്രൊസീജിയറും പറയുന്നത് പാർട്ട് 20 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ആർട്ടിക്കിൾ 368 ആണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യുന്നതിനുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് പവർ പാർലമെൻറ്റിനാണ്. ചില സർട്ടൻ കണ്ടീഷനിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിന് ഉണ്ട്. അപ്പോൾ പാർലമെൻറ്റിന് ഒരിക്കലും ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അമെൻമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അക്കോർഡിംഗ് ടു ദ കേശവാനന്ദ ഭാരതി കേസ് 1973 റൂളിംഗ്, സുപ്രീം കോർട്ട് കേശവാനന്ദ ഭാരതി കേസിലുള്ള റൂളിങ്ങിൻ്റെ അനുസരിച്ച് ദ പാർലമെൻറ്റ് കനോട്ട് അമെൻഡ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. What is the procedure for amendment of the Constitution? Introduction of the bill in the either house of the Parliament, either രാജ്യസഭയിലോ ഓർ ലോക്സഭയിലോ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ബില്ല് കൊണ്ടുവരാം. പക്ഷെ കനോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് എയ്തർ ബൈ എ മിനിസ്റ്റർ ഓർ ബൈ എ പ്രൈവറ്റ് മെമ്പർ ആൻഡ് ദർ ഇസ് നോ നീഡ് ടു ഡസ് നോട്ട് റിക്വയർ എ പ്രിയർ പെർമിഷൻ ഓഫ് ദ പ്രസിഡൻറ്റ്. എന്ത് ചെയ്യാൻ പറ്റും, ഒരു മിനിസ്റ്ററിനോ അല്ലെങ്കിൽ പ്രൈവറ്റ് മെമ്പറിനോ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരു പ്രസിഡൻറ്റിൻ്റെ പ്രിയർ പെർമിഷൻ ആവശ്യമില്ല. ഇനി ബില്ലിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് എത്തി. നെക്സ്റ്റ് ബില്ല് എങ്ങനെ പാസ്സാക്കുക അല്ലെങ്കിൽ വോട്ടിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ട്. സ്പെഷ്യൽ മെജോറിറ്റി വിത്ത് 2/3 മെമ്പേഴ്സ്. അപ്പോൾ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുമ്പോൾ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസിൻ്റെ മെജോറിറ്റിയാണ് സ്പെഷ്യൽ മെജോറിറ്റി. പിന്നെ 2/3 മെജോറിറ്റി എന്ന് പറയുന്നത് വോട്ടിങ്ങിൽ അല്ലെങ്കിൽ ആ ഹൗസിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ 2/3 മെമ്പേഴ്സ്, അത് വോട്ടിങ്ങിലും ഉണ്ടാവും. നെക്സ്റ്റ് ഇത് ബില്ല് ഒരു ഫെഡറൽ പ്രൊവിഷൻസ് ആണ്. അമെൻമെൻറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ആ ബില്ല് ഒരു എല്ലാ സ്റ്റേറ്റിലും ഹാഫ് റാറ്റിഫിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ ഹാഫ് റാറ്റിഫിക്കേഷൻ ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റിലെ സിമ്പിൾ മെജോറിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. ഈതർ നമ്മളെ ഈച്ച് ഹൗസ് എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബില്ല് പാസ് ചെയ്യണം. ഇനി ബില്ല് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാസ് ചെയ്ത ബില്ല് പ്രസിഡൻറ്റിൻ്റെ അസൻറ്റിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യും. പ്രസിഡൻറ്റ് എന്ത് ചെയ്യും, പ്രസിഡൻറ്റ് മസ്റ്റ് ഗീവ് ദ അസെൻറ്റ് ടു ദ ബില്ലിനെ അസെൻറ്റ് ചെയ്യണം. അദ്ദേഹത്തിന് ഒരിക്കലും വിത്ത്ഹോൾഡ് ചെയ്യാനോ അസെൻറ്റ് ചെയ്യാനോ റിട്ടേൺ ചെയ്യാനോ അല്ലെങ്കിൽ കൺസിഡറേഷന് വേണ്ടി റിട്ടേൺ ചെയ്യാനോ കഴിയില്ല. അങ്ങനെ പ്രസിഡൻറ്റ് അസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബില്ല് ബിക്കം ആൻ ആക്റ്റ് ആവും. അതാണ് പ്രൊസീജിയർ ഫോർ അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ്. ഒരു ഫസ്റ്റ് ലോക്സഭ ഓർ രാജ്യസഭ, ദെൻ പ്രസിഡൻറ്റ്. ഇപ്പോൾ ലോക്സഭയും രാജ്യസഭയും, ഇത് ഒരു ഫെഡറൽ സ്ട്രക്ചറിൻ്റെ കേസാണെങ്കിൽ ലോക്സഭ രാജ്യസഭ പ്ലസ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാഫ് റാറ്റിഫിക്കേഷൻ ആവശ്യമാണ് ബൈ സിമ്പിൾ മെജോറിറ്റി. Types of amendment. Article 368 of the Constitution, which deal with the
types of amendments. According to the Article 368 of the Constitution, there is 2 types of amendment. First one is special majority of the parliament. Amendment through special majority of the parliament. പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റിയിലൂടെ അമെൻമെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് സിമ്പിൾ മെജോറിറ്റി. സ്റ്റേറ്റിൻ്റെ സിമ്പിൾ മെജോറിറ്റിയോട് കൂടി ഹാഫ് സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ നടത്താം. അങ്ങനെ അമെൻമെൻറ്റ് ചെയ്യുക. അങ്ങനെ 2 ടൈപ്സ് ഓഫ് അമെൻമെൻ്റ് ആണ് ആർട്ടിക്കിൾ 368 പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ചില കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചില ആർട്ടിക്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഈ സിമ്പിൾ മെജോറിറ്റി, പാർലമെൻറ്റിൻ്റെ സിമ്പിൾ മെജോറിറ്റിയോട് കൂടിയിട്ട് അമെൻമെൻറ്റ് ചെയ്യാം. അപ്പോൾ ആ മെജോറിറ്റി എന്ന് പറയുകയാണെങ്കിൽ ആ സെക്ഷനിൽ അല്ലെങ്കിൽ ആ ഹൗസിൽ പ്രസൻറ്റ് ചെയ്ത അല്ലെങ്കിൽ ആളുകളെയാണ് മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ വോട്ടിംഗ് അത് തന്നെയാണ്. പക്ഷേ ആർട്ടിക്കിൾ 368 ഉദ്ദേശങ്ങൾക്കായിട്ട് ഈ ഭേദഗതികൾ ഭരണഘടനയുടെ ഭേദഗതികളായിട്ട് കണക്കാക്കപ്പെടുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. അപ്പോൾ 3 എണ്ണമാണ്, 3 വേയിലൂടെയാണ് അമെൻമെൻറ്റ് ചെയ്യുന്ന രീതി. ഫസ്റ്റ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത് പാർലമെൻറ്റിലെ സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടി അമെൻമെൻറ്റ് ചെയ്യുക. പിന്നെ പാർലമെൻറ്റിൻ്റെ സിമ്പിൾ മെജോറിറ്റിയോട് കൂടി അമെൻമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഈസ് പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടി അമെൻമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ ഈസ് പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് ഹാഫ് സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ. ഇങ്ങനെ അമെൻമെൻറ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സിമ്പിൾ മെജോറിറ്റി എന്നുള്ളത് നോക്കാം. അപ്പോൾ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 368 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്കോപ്പിൽ ഔട്ട്സൈഡിലാണ് അതിൻ്റെ അമെൻമെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് ഒരു സ്റ്റേറ്റിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്മിഷൻ ഇതൊക്കെ അങ്ങനെ ഫോളോയിങ് പ്രൊവിഷൻസ് എവിടെ വരുന്നുണ്ട്. ഈ ഒരു സിമ്പിൾ മെജോറിറ്റി അമെൻമെൻറ്റാണ് വരുന്നത്. പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ സ്റ്റേറ്റിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അഡ്മിഷൻ, ന്യൂ സ്റ്റേറ്റിൻ്റെ ഫോർമേഷന്, ഏരിയ അൾട്ടർനേഷൻ, പിന്നെ ബൗണ്ടറീസ് നിർണ്ണയിക്കുന്നത്, പിന്നെ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റിൻ്റെ നെയിമിങ്, സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ അബോളിഷ് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്ന ഉദ്യോഗസ്ഥർ, ഗവർണേഴ്സ്, സ്പീക്കേഴ്സ്, ജഡ്ജസിൻ്റെ ഒക്കെ അലോവൻസ്, പ്രിവിലേജസ് ഇതൊക്കെ സിമ്പിൾ മെജോറിറ്റിയിൽ ഉള്ള അമെൻമെൻറ്റാണ് വരുന്നത്. പാർലമെൻറ്റിലെ കോറം, പിന്നെ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെൻറ്റിൻ്റെ സാലറി ആൻഡ് അലോവൻസ്, പിന്നെ പാർലമെൻറ്റിൻ്റെ റൂൾ ഓഫ് പ്രൊസീജിയർ, പാർലമെൻറ്റിൻ്റെ മെമ്പേഴ്സിൻ്റെ കമ്മിറ്റീസിൻ്റെ ഒക്കെ പ്രിവിലേജസ്, പാർലമെൻറ്റിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ യൂസ്, പിന്നെ ജഡ്ജസ്, സുപ്രീം കോർട്ടിൽ ചീഫ് ജസ്റ്റിസിൻ്റെ കൂടാതെ വരുന്ന ജഡ്ജസിൻ്റെ നമ്പേഴ്സ്, പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജിൻ്റെ യൂസ്, പിന്നെ സിറ്റിസൺഷിപ്പിൻ്റെ അക്വസേഷൻ ആൻഡ് ടെർമിനേഷൻ, പാർലമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിൻ്റെയും ഇലക്ഷൻസ്, പിന്നെ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ഡീലിമിറ്റേഷൻസ്, പിന്നെ യൂണിയൻ ടെറിട്ടറീസ്, പിന്നെ 5th ഷെഡ്യൂൾ വരുന്ന അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഷെഡ്യൂൾ ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്, പിന്നെ 6th ഷെഡ്യൂളിൽ വരുന്ന അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ്. ഇതെല്ലാം സിമ്പിൾ മെജോറിറ്റിയിലാണ് വരുന്നത്. ഇനി നമുക്ക് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ് എന്താണെന്ന് നോക്കാം. സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ഈച്ച് ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ്. മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ഈച്ച് ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ് ആൻഡ് ആ ഹൗസിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന 2 മെമ്പേഴ്സിൻ്റെ 2/3 അവർ തന്നെയാണ് വോട്ടിങ്ങിന് വരുന്നത്. ഇതിൽ ടോട്ടൽ മെമ്പർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ആകെ അംഗത്വം അല്ലെങ്കിൽ ടോട്ടൽ മെമ്പർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒഴിവുകളുണ്ടോ അല്ലെങ്കിൽ ഇല്ലെന്നോ ഒന്നും പരിഗണിക്കാതെ സഭ ഉൾപ്പെടുന്ന മൊത്തം അംഗങ്ങളുടെ എണ്ണമാണ് ഈ ടോട്ടൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ മെമ്പർഷിപ്പ് മീൻസ് ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ മെമ്പേഴ്സ് കംപ്രൈസിങ് ദ ഹൗസ് ഇറസ്പെക്റ്റീവ് ഓഫ് ഫാക്ട് ദാറ്റ് വെദർ there are a vacancy or absentees. ഈ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമായുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ അത് 3rd റീഡിങ്ങിലാണ് അത് ആവശ്യം വരുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, പിന്നെ ആൾ അതർ പ്രൊവിഷൻസ് വിച്ച് ആർ നോട്ട് കവേർഡ് ബൈ ദ 1st and 3rd കാറ്റഗറി. ഇതിൽ വരുന്ന എല്ലാ പ്രൊവിഷൻസും സ്പെഷ്യൽ മെജോറിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ് ആൻഡ് കൺസേൺസ് ഓഫ് ദ സ്റ്റേറ്റ്സ്. അപ്പോൾ റാറ്റിഫിക്കേഷൻ പ്ലസ് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ് വരുന്ന അമെൻമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം.
ഇത് ഫെഡറൽ സ്ട്രക്ചറിൻ്റെ പോളിറ്റിയുടെ ഫെഡറൽ സ്ട്രക്ചറിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് അനുസരിച്ച് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ് ആവശ്യമാണ്. പ്ലസ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിൻ്റെ സിമ്പിൾ മെജോറിറ്റിയിൽ കൺസെൻസ് റാറ്റിഫിക്കേഷനും ആവശ്യമാണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് വേണമെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കാം. പിന്നെ അതൊന്നും മാറ്ററല്ല, അത് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ഹാഫ് ഓഫ് ദ റാറ്റിഫിക്കേഷൻ വരുന്ന വരെ കൊടുക്കാം. കാരണം അതിനൊരു സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ്റെ ഒരു ടൈം ലിമിറ്റ് പറയുന്നില്ല. ഇനി എന്തൊക്കെ മാനറിലാണ്, എന്തൊക്കെ പ്രൊവിഷൻസാണ് ഈ അമെൻമെൻറ്റ് വരുന്നതെന്ന് നോക്കാം. പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ, പ്രസിഡൻറ്റിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനും ഇറ്റ്സ് മാനറൊക്കെ ഈ അമെൻമെൻറ്റിലാണ് വരുന്നത്. പിന്നെ യൂണിയൻ ആൻഡ് സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ്. പിന്നെ ലെജിസ്ലേറ്റീവ് പവേഴ്സ്, യൂണിയൻ ആൻഡ് സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് പവറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ അമെൻമെൻറ്റ്. പിന്നെ GST കൗൺസിൽ സംബന്ധമായിട്ടുള്ള അമെൻമെൻറ്റ്സ്. പിന്നെ 7th ഷെഡ്യൂളിലെ ഏതെങ്കിലും ലിസ്റ്റുകളിൻ്റെ അമെൻമെൻറ്റ്സ്. പിന്നെ പാർലമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻ പാർലമെൻറ്റിൽ സ്റ്റേറ്റിലുള്ള റെപ്രസെൻറ്റേഷൻ അമെൻമെൻറ്റ് വരുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ പവർ, അതിൻ്റെ പ്രൊസീജിയറൊക്കെ വരുന്ന അമെൻമെൻറ്റ്സ്. ഇതൊക്കെ സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രൊസീജിയറിൽ എന്തൊക്കെ ക്രിറ്റിസിസമാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യുന്നതിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം പാർലമെൻറ്റിനാണ് എല്ലാ അധികാരവും ഉള്ളത്. പാർലമെൻറ്റാണ് എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ പവറും ഉള്ളത്. ഒരു ഫ്യൂ കേസസിൽ മാത്രമേ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിന് ഉള്ളൂ. പക്ഷേ USA ആണെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കൺവെൻഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയൊക്കെ ഉണ്ട്. ഇന്ത്യൻ കേസിലാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കൺവെൻഷനോ ഇല്ല. നമ്മളെ പാർലമെൻറ്റാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. USA ആണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ പ്രോവിൻസൊക്കെയാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. മറ്റ് നമ്മുടെ ചില കേസിൽ വളരെ റെയർ കേസായിട്ടുള്ള ഈ റെസൊല്യൂഷൻ, ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നതിന് ഉണ്ട്. അത് പാർലമെൻറ്റിന് അവരുടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ആ സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ അബോളിഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ അബോളിഷൻ ചെയ്യാൻ വേണ്ടിയോ പാർലമെൻറ്റിന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിന് ഉണ്ട്. പക്ഷേ അത് തന്നെ പാർലമെൻറ്റ് അപ്രൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസപ്രൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഒരു ആക്ഷനും ഇല്ലാതെ വെക്കുകയോ ചെയ്യാം. അടുത്തത്, നമ്മളെ പാർലമെൻറ്റ് മാത്രമാണ് എല്ലാ പവറും എടുക്കുന്നത്. ഫ്യൂ കേസസിൽ മാത്രമേ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിന് ഉള്ളൂ. പക്ഷെ അത് മാത്രമല്ല, സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിൻ്റെ കേസിൽ റാറ്റിഫിക്കേഷൻ ഹാഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്ററാണ്. പക്ഷേ USA 3/4 ഓഫ് ദ സ്റ്റേറ്റ്സ് വരുന്നുണ്ട് റാറ്റിഫൈ. പിന്നെ സ്പെഷ്യൽ മെജോറിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റിൻ്റെ റാറ്റിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ സിമ്പിൾ മെജോറിറ്റിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ടൈം ഫ്രെയിമിംഗ് ഒന്നും ഇല്ല. ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സ്റ്റേറ്റിന് റാറ്റിഫൈ ചെയ്യാനുള്ള ഒരു ടൈം ഫ്രെയിമിംഗ് ഒന്നും ഇല്ല. പിന്നെ എന്തെങ്കിലും ബോത്ത് ഹൗസസ് എന്തെങ്കിലും പ്രൊവിഷൻസിൽ പ്രോബ്ലംസ് ഡെഡ്ലോക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ലിൽ ആ പാസേജിൽ എന്തെങ്കിലും ഡെഡ്ലോക്ക് വരികയാണെങ്കിൽ ജോയിൻറ്റ് സിറ്റിംഗ് അനുവദിക്കുന്നില്ല. പക്ഷേ ഓർഡിനറി ബില്ലിൻ്റെ കേസിലാണെങ്കിൽ ജോയിൻറ്റ് സിറ്റിംഗ് അനുവദിക്കുന്നുണ്ട്. നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ അല്ല, പിന്നെ റിജിഡും അല്ല. നമ്മൾ റിജിഡ് അല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ചേഞ്ചസിനനുസരിച്ചിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. പിന്നെ കേസ് വെയർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ ഫ്ലെക്സിബിലിറ്റിയുടെയും റിജിഡിൻ്റെയും ഇടയിൽ ഒരു സ്ട്രൈക്ക് ബാലൻസിൻ്റെ വിഷയത്തിൽ ഒരു സ്ട്രൈക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സോളിഡ് ആൻഡ് പെർമനൻ്റ് ആണ്, പക്ഷേ അത് ചേഞ്ചസിന് അനുവദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് മാറ്റങ്ങൾ വരുത്താൻ അനുവദിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ
ഈ സർട്ടൻ കാരണം എന്താ വെച്ചെങ്കിൽ അതൊരു സർട്ടൻ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് ആൻഡ് പെർമനൻ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ നാഷൻ്റെ ഗ്രോത്തിനെയും പിന്നെ ലിവിങ്ങിനെയും വൈറ്റൽ ആൻഡ് ഓർഗാനിക് പീപ്പിളിനെയും നമ്മൾ അവരുടെ നാഷൻ്റെ ഗ്രോത്തൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയായി മാറുമെന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ളത്. അംബേദ്കർ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാനഡയെ പോലെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് പീപ്പിളിൽ ഇല്ലാതെ വന്നാൽ അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊസീജിയറിന് ഒരു പ്രോബ്ലമാണത്. കാരണം നമ്മളെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ ഈസി പ്രോസസ്സാണ് ഇൻ ഇന്ത്യൻ കേസ്. പക്ഷേ ഇൻ അമേരിക്കൻ ആൻഡ് ഓസ്ട്രേലിയൻ കേസസ് എക്സ്ട്രാ ഓർഡിനറി ടേംസ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഈസി ആൻഡ് സം ടൈം ഇസ് റിജിഡ്, സം ടൈം ഇസ് ഫ്ലെക്സിബിൾ എന്നാണ് പറയുന്നത്. KC വേർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ വെറൈറ്റി ഓഫ് അമെൻമെൻറ്റ് പ്രൊസീജിയർ ഉണ്ട്. അത് വളരെ റെയറായിട്ടുള്ളതും പിന്നെ ബുദ്ധിപരമായിട്ടുള്ളതും എന്നാണ് പറയുന്നത്. പിന്നെ ഗ്രാൻവില്ലി ഓസ്റ്റിൻ പറയുന്നത് ഈ അമെൻമെൻറ്റ് പ്രോസസ്സ് പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ്പെക്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾദോ ഇറ്റ്സ് അപ്പിയേഴ്സ്